പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം നിങ്ങളുടെ നടുവിൽ വരുവാൻ ദൈവം എന്നെ സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം, ആരാണ് ക്രിസ്ത്യാനി, അവരുടെ അടയാളം എന്താണ്, അവരുടെ ഗുണം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ബൈബിളിലെ ചില വാക്യങ്ങളിൽ കൂടി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, ഒരു പുതിയ ക്രിസ്ത്യാനിയുടെ അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ, 2 കൊരിന്ത്യർ ലേഖന പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവന്റെ പഴയ അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും മാറുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ പുതിയ ഒരു അനുഭവം വരുന്നത്. അങ്ങനെ പുതിയ ഒരു അനുഭവം വരികയാണെങ്കിൽ അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് റോമർ എഴുതിയ ലേഖന പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും വെളിപ്പെടുന്നതായ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഗലാത്യർ എഴുതിയ ലേഖന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ജഡത്തിന്റെ സ്വഭാവങ്ങളിലുള്ള വ്യക്തികളല്ല നാം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്ന ഒരു മന്ദിരമാണ് എന്നത് വ്യക്തമടിച്ചു പറയുകയാണ്. അങ്ങനെ നമുക്ക് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അടുത്തതായിട്ട് പറയപ്പെടുന്നത്, പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടുത്തുന്ന വിശ്വാസം. നാം പലരും വിശ്വാസത്തെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ പ്രവൃത്തിയില്ല. ഇരുട്ട വെളുത്ത് ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ പഠിക്കുന്നു എന്നൊക്കെ പറയും, പക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയില്ല. പ്രവൃത്തിയോടുള്ള വിശ്വാസത്തെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യം എന്നത് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. അതിൽ യാക്കോബ് എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല എങ്കിൽ അവൻ നിർജീവമാകുന്നു. വിശ്വാസം എന്നത് നമ്മുടെ പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടുത്തുവാൻ നാം തയ്യാറാകണം. അപ്പോഴാണ് അവനെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അടുത്തിട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, കർത്താവേ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവൻ അല്ല ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി, ദൈവത്തെ അനുഗമിക്കുന്നവൻ എന്ന് പറയുന്നത്. അവിടെ പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ആരാണോ ചെയ്യുന്നത് അവനാണ് ദൈവത്തെ അനുഗമിക്കുന്നവൻ, അവനാണ് ക്രിസ്ത്യാനി എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുകയാണ്. അടുത്ത പറയുന്ന ഭാഗം, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകും. അതിനാധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അവർ എന്റെ ശിഷ്യന്മാരാകും. തമ്മിൽ സ്നേഹം ഇല്ല എങ്കിൽ ഒരിക്കലും അവനെ ക്രിസ്ത്യാനി എന്ന് പറയത്തില്ല. തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന്റെ യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്ന് പറയപ്പെടുന്നത്. അടുത്ത 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, സ്നേഹമുള്ളവൻ ദൈവത്തിൽ ജനിക്കുന്നു. നമ്മൾ സ്നേഹിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ നാം ജനിക്കുന്നത് ക്രിസ്തുവിലാണ്. അത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്ത ഭാഗം, സത്യത്തിലും അനുസരണത്തിലും നടക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. 1 യോഹന്നാൻ എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം 3-ഉം 4-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, കൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. കൽപ്പന അനുസരിക്കാത്തവൻ ദൈവത്തെ അനുസരിക്കുന്നവനല്ല, അവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കൽപ്പന അനുസരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പോ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല എന്നതിന് തുല്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നാളുകൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട്, ഒരുപക്ഷെ അങ്ങനെ അല്ല എങ്കിൽ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി, യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം നിങ്ങളെ ഉയർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് വിരാമം കുറിക്കുന്നു. കർത്താവായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.